കിൻഡൽ കണക്കിന് സദഖ പോയി ചെയ്യും. സ്വന്തം കുടുംബത്തിൽ അർഹരായവരുണ്ട്. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, രക്തബന്ധുക്കളെ കൊണ്ട് സദഖ കൊടുക്കാൻ തുടങ്ങണേ. രക്തബന്ധുക്കളെ കൊണ്ട് തുടങ്ങുന്ന സദഖ ചെയ്യാൻ. നിങ്ങൾ കൊണ്ടുപോയിട്ട് അവിടുത്തെ ആലമ്പാടി ജമാഅത്തിലെ ഖിളർ ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട് ഈ മഹല്ലിൽ തന്നെ നമ്മുടെ കുടുംബക്കാര്, നമ്മുടെ രക്തബന്ധുക്കളൊക്കെ ഉണ്ടായിട്ട് അവർക്കൊന്നും നോമ്പ് തുറക്കാനുള്ള പൈസ ഇല്ല, വകയില്ല, അവരുടെ മക്കൾക്ക് പഠിക്കാൻ വകയില്ല, അവരുടെ വീട് വെക്കാൻ വകയില്ല, എന്നാൽ എനിക്ക് നല്ല സമ്പത്തുണ്ട്. ഇവൻ കൊണ്ടുപോയിട്ട് നായന്മാർ മൂല കൊടുക്കാൻ പോകേണ്ട ആവശ്യം എന്ത്? ഇവൻ കൊണ്ടുപോയിട്ട് ചെറുക്കളത്ത് കൊടുക്കേണ്ട ആവശ്യം എന്ത്? ഇവൻ കൊണ്ടുപോയിട്ട് കുമ്പളയിൽ കൊടുക്കേണ്ട ആവശ്യം എന്ത്? ഇല്ല. അവന്റെ സ്വന്തം കുടുംബത്തിൽ തന്നെ അവൻ കൊടുക്കുക. അവന്റെ രക്തബന്ധുക്കളെ കൊണ്ട് അവൻ സദഖ ചെയ്യ്, തുടക്കം കുറിക്കുക. അതല്ലേ വേണ്ടു. അത് കൊടുക്കാതെ പേരെടുക്കാൻ വേണ്ടി അവിടെ കൊണ്ട് കൊടുത്തു. അത് ഇന്ന ഇച്ച 2 ലോഡ് കൊണ്ടുവന്നു. ഇന്ന ഇച്ചാടെ സമൂസയാണ്, ഇന്ന ഇച്ചാടെ ഓണ്ടയാണ്, ഇന്ന ഇച്ചാടെ കാരക്കയാണ്, ഇന്ന ഇച്ചാടെ മുന്തിരിങ്ങയാണ്. ഇച്ചാടെ മുന്തിരിങ്ങ അടിച്ചോണ്ട് തിന്നു. സ്വന്തം കുടുംബക്കാരൻ അവിടെ കിടപ്പുണ്ട്. ഒരു മുന്തിരിക്ക തിന്നാനോ ഒരു കാരക്ക കീർക്ക് തരാനോ ഇല്ല. അതൊന്നും ഇല്ല. അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്ക്, തന്റെ കുടുംബത്തെ സംരക്ഷിക്കുക, തന്റെ രക്തബന്ധുക്കളെ സഹായിക്കുക. അള്ളാഹുവിന്റെ റസൂലിന്റെ ശൈലി അതായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ ശൈലി അതായിരുന്നു. നബീന റസൂലുള്ളാഹി തങ്ങളുടെ എത്ര അകന്ന ബന്ധമാണ്. നബീന റസൂലുള്ളാഹി തങ്ങളുടെ മുലകുടി ബന്ധത്തിലെ ഒരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരിയുടെ പേര് ഷൈമ എന്നാണ്. ഹവാസിൻ യുദ്ധത്തില് തടവ് പുള്ളികളായി പിടിക്കപ്പെട്ട കൂട്ടത്തില് കുഫാറുകളോടൊപ്പം അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് കൊണ്ടുവരപ്പെട്ടു. നബി തങ്ങളുടെ മുലകുടി ബന്ധത്തില് എത്രയോ കാലഘട്ടം മുമ്പ് നബി തങ്ങൾക്ക് പോലും ഓർമ്മയില്ല. നബി തങ്ങൾ പാല് കുടിച്ച ഉമ്മയിൽ നിന്ന് പാല് കുടിച്ച ഒരു സഹോദരിയെ ഹവാസിൻ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് കൊണ്ടുവരികയാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. നബിയേ, ഈ പെണ്ണ് അങ്ങയുടെ മുലകുടി ബന്ധത്തിലെ ഒരു അകന്ന ബന്ധുവാണ്, ഒരു സഹോദരിയാണ്. അവളെയാണ് തടവ് പുള്ളിയായി പിടിക്കപ്പെട്ട് കൊണ്ടുവന്നത്. ഉടൻ തന്നെ അല്ലാഹുവിന്റെ റസൂൽ മനസ്സിലായപ്പോ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നബി തങ്ങളുടെ മുബാറക്കായ ആ തുണി വിരിച്ചു കൊടുത്തിട്ട് അവളെ അതിലിരുത്തിയിട്ട് പറഞ്ഞു, എന്റെ സഹോദരി, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നോടൊപ്പം നിനക്ക് താമസിക്കാം. പൂർണ്ണ സുരക്ഷിതത്വത്തോടെ, പൂർണ്ണ സംരക്ഷണയോടെ നിനക്ക് വേണ്ടി ഞാൻ എന്തും സഹായിക്കാൻ തയ്യാറാണ്. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, അതല്ല, നീ നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ സഹോദരങ്ങളിലേക്ക്, നിന്റെ നാട്ടുകാരിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹമെങ്കിൽ നിനക്ക് വേണ്ടിയുള്ള മോചനദ്രവ്യം എന്റെ കൈകൊണ്ട് ഞാൻ നൽകുകയും നിന്റെ കുടുംബക്കാരിലേക്കും നാട്ടുകാരിലേക്കും നിന്നെ ഞാൻ പറഞ്ഞയക്കാം. നിന്നെ തടവ് പുള്ളിയായി ഞാൻ ഇവിടെ പൂട്ടിയിടുകയില്ല. വേണമെങ്കിൽ ചെയ്യാമായിരുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുലകുടി ബന്ധത്തിലെ ഒരു സഹോദരി, പക്ഷെ തടവുള്ളിയെ പിടിക്കപ്പെട്ടു. തടവുള്ളി ആണെങ്കിൽ കിടന്നേ പറ്റുള്ളൂ ജയിൽ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്റെ സഹോദരിയ. അല്ലാഹുവിന്റെ റസൂൽ മോചനദ്രവ്യം കൊടുത്തവരെ മോചിപ്പിക്കാൻ തയ്യാറായി. ആ സഹോദരി പറഞ്ഞു, ഇല്ല, എനിക്ക് എന്റെ സഹോദരങ്ങൾ, എന്റെ നാട്ടുകാരുടെ അടുക്കലേക്ക് പോയാൽ മതി. ഫഖ്താറത്ത് ഖൗമഹ, ആ സമുദായത്തെ അവളെ തെരഞ്ഞെടുത്തു. അല്ലാഹുവിന്റെ റസൂൽ അവളെ വിട്ടയച്ചു. വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തില്ല നബി തങ്ങൾ. നമുക്ക് പിന്നെ വിട്ടുവീഴ്ച ചെയ്ത് എന്താ ഒരു ഹദീസ് കേട്ടോളി. അന്ന യഹൂദിയ, ഒരു യഹൂദിയായ പെണ്ണ് അത്തത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിശാത്തിൻ മസ്മൂമ, വിഷം കലർത്തപ്പെട്ട ഇറച്ചിയായിട്ട് നബി തങ്ങൾക്ക് കൊണ്ടുവന്ന് കൊടുത്തു. നബി തങ്ങളെ കൊല്ലാൻ വേണ്ടി, ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ വധിക്കാൻ, കൊല്ലാൻ വിഷം ചേർത്ത മാംസവുമായി നബീന റസൂലുള്ളാഹി തങ്ങളുടെ ഹദറത്തിലേക്ക് കൊണ്ടുവന്ന് കൊടുത്തു. അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുകയാണ്, ഹബീബായ തങ്ങൾ അത് കഴിച്ചുപോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് ആ പെണ്ണിനെ കൊണ്ടുവരികയാണ്. നബി തങ്ങൾ ചോദിച്ചു, എന്തിനാ പെണ്ണെ എനിക്ക് നീ വിഷം നൽകിയത്? അറത്തു ഖത്ലക, നിന്നെ കൊല്ലാനാണ് മുഹമ്മദേ ഞാനത് ചെയ്തത്. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിന്നെ എന്റെ കാര്യം ഏൽപ്പിച്ചിട്ടേ ഇല്ല. മായുസല്ലിതുല്ലാഹു അലൈകി ഖത്ലകി
അലൈക്ക് നിന്റെ മേൽ എന്നെ കൊല്ലാൻ അല്ലാഹു നിന്നെ ഏൽപ്പിച്ചിട്ടേ ഇല്ല എന്ന് ബഹുമാനപ്പെട്ട നബി തങ്ങൾ അവളോട് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഓരിപ്പിടിച്ച വാളുമായി കടന്നു വന്നിട്ട് പറഞ്ഞു അലാ നഖ്തുലുഹാ, നബിയെ അവളുടെ തല ഞാൻ കൊയ്തെടുക്കട്ടെയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വേണ്ട ഉമറേ, വേണ്ട ഉമറേ, വേണ്ട ഉമറേ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അവളെ വെറുതെ വിട്ടയച്ചു. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ ഒരു വിഷം അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ തളം കെട്ടി കിടക്കുകയും മരണം വരെ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് ഇതിന്റെ വേദന ഉണ്ടാവുകയും ചെയ്തു. അള്ളാന്റെ റസൂലിന്റെ ശരീരത്തിൽ ഇതിന്റെ വേദന ഉണ്ടായിരുന്നു. മുഹദ്ദിസീങ്ങൾ പറയുന്നു ഷഹീദാണ് അള്ളാന്റെ റസൂല്. അള്ളാന്റെ റസൂൽ ഷഹീദാണ്. രണ്ടുപേര് വധിക്കപ്പെടാതെ ഷഹീദായവരുണ്ട്. അതിലൊന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ, രണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഗാർ ഹിറായിൽ വെച്ച് അബൂബക്കർ സിദ്ദീഖിന്റെ കാലില് പാമ്പ് കുത്തിയില്ലേ, വിഷം കേറിയില്ലേ? ആ വിഷത്തിന്റെ വേദന മരണം വരെ ഉണ്ടായിരുന്നു. അപ്പൊ മുഹദ്ദിസീങ്ങൾ പറയുന്നു രണ്ട് ശുഹദാക്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖും സാധാരണ മരണമാണ് വരിച്ചതെങ്കിലും അവർ ഷഹീദിന്റെ പട്ടികയിലാണ്. കാരണം അല്ലാഹുവിന്റെ റസൂലിനെ വധിക്കാനാണ് വിഷം കൊടുത്തത്. ആ ഒരു വേദന, അതിന്റെ ഒരു അംശം മരണം വരെ അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. അതേപോലെ അല്ലാഹുവിന്റെ റസൂലിനെ ഹിറായിൽ വെച്ച് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ മടിയിലെ കിടത്താൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സന്തത സഹചാരിയായ സഹയാത്രികനായ സഹപ്രവർത്തകനായ സഹായിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിലേക്ക് വിഷപ്പാമ്പ് കൊത്തുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉറക്കം നഷ്ടപ്പെടുമോ എന്ന് കരുതിയിട്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ വേദന കടിച്ചമർത്തുകയാണ് ചെയ്തത്. ആ സമയം കൊണ്ട് തന്റെ ശരീരത്തിലൂടെ വിഷം ഉള്ളിലേക്ക് കടക്കുകയായി. അബൂബക്കർ സിദ്ദീഖ് മരണപ്പെട്ടതും ആ ഒരു ഷഹീദിന്റെ കൂലിയുടെ പേരിലാണ്. കാരണം മഖ്തൂലായി വധിക്കപ്പെട്ടത് 3 പേരാണ്. ആരൊക്കെ? ഉമർ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു, അലി റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു. ഇവരൊക്കെ വധിക്കപ്പെട്ടു, തട്ടിക്കളയാണ് ചെയ്തത്. പക്ഷേ അവര് ഷഹീദാണ്. അവര് മഖ്തൂലായ ശുഹദാക്കളാണ്, വധിക്കപ്പെട്ടവരാണ്. ഇവരെ കുറേശ്ശെയാണ് വധിച്ചു കളഞ്ഞത്. രക്തം ഇത് കൊടുത്ത് കുത്തിവെച്ചു അല്ലേ? അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ. ആ നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ വിഷം കൊടുത്ത ആ ജൂതപ്പെണ്ണിനെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് അവളെ കൊണ്ടുവന്നപ്പോ ഹബീബായ തങ്ങളോട് സഹാബത്ത് ചോദിക്കുകയാ, അലാ നഖ്തുലുഹാ, അവളെ കൊന്നുകളയട്ടെയോ നബിയേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വേണ്ട, കൊല്ലരുതേ, ഉത്റുഖുഹാ. നമ്മൾ വിടുവോ? നമ്മളെ വധിക്കാനും നമ്മളെ കൊല്ലാനും നമ്മളെ ഇടങ്ങാറാക്കാൻ എവനെങ്കിലും ശ്രമിച്ചാൽ അവനെ കാടമുട്ടയ്ക്കാത്തെങ്കിൽ കാടമുട്ടയ്ക്കാത്ത, കാടക്കോഴിക്കാത്തെങ്കിൽ കാടക്കോഴിക്കാത്ത, പോത്തിന്റെ കുടലിനകത്തെങ്കിൽ പോത്തിന്റെ കുടലില്, കോഴിത്തലയിലെങ്കിൽ കോഴിത്തലയില്, ബൾബിനകത്തെങ്കിൽ ബൾബില്, ഉണ്ടച്ചക്കയ്ക്കകത്തെങ്കിൽ ഉണ്ടച്ചക്കയ്ക്കകത്ത്. അല്ല പണിയെടുക്കൂല. അതിന്റെ പണി മൊത്തം എടുത്തിട്ട് ഓനെ എങ്ങനെയെങ്കിലും പോകുന്ന വഴിയിൽ അങ്ങനെ തന്നെ വണ്ടി കയറണം, പോകുന്ന വേള അങ്ങനെ പിടയ്ക്കണം, പോകുന്ന വേള അങ്ങനെ ഇങ്ങനെയൊക്കെ മനസ്സിനെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ നമ്മൾ നോക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട്ടുവീഴ്ചയുടെ മൂർത്തിഭാവം, വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു. മൻ തഖമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ആരോടും പ്രതികാര നടപടി സ്വീകരിച്ചിരുന്നില്ല. ഒരാളോടും അല്ലാഹുവിന്റെ റസൂൽ പ്രതികാര നടപടി സ്വീകരിച്ചിരുന്നില്ല. ഒരാളെയും അല്ലാഹുവിന്റെ റസൂൽ അടിച്ചിട്ടില്ല. ഒരു വസ്തുവിനും അല്ലാഹുവിന്റെ റസൂൽ പ്രതികാര നടപടി സ്വീകരിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ വസ്തുക്കളെ, അല്ലാഹു ആദരിച്ച വസ്തുക്കളെ അനാദരിച്ചവരെ ഒഴികെ. അല്ലാഹുവിന്റെ ആദരിച്ച വസ്തുക്കളെ ആരെങ്കിലും അനാദരിച്ചാലേ ഒഴികെ മറ്റൊരാളോടും അല്ലാഹുവിന്റെ റസൂൽ പ്രതികാര നടപടി സ്വീകരിച്ചിട്ടേ ഇല്ല. ലഖദ് ഉതിയ ലഹറു വകുസിറത റുബായിയതു വഉദ്മിയ വജ്ഹു
فقلت اللهم اغفر لهم اللهم اغفر لهذا القوم فإنهم لا يعلمون. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ മുതുകത്ത് ചവിട്ടിയവരാണ്, അങ്ങയുടെ കരണക്കുറ്റി കടിച്ചവരാണ്, അങ്ങയുടെ മുബാറക്കായ പല്ലടിച്ചു കൊഴിച്ചവരാണ്, അങ്ങയെ വേദനിപ്പിച്ചവരാണ്. അല്ലാഹുവിന്റെ റസൂലേ, ലൗല അൻതഹും യാ റസൂലല്ലാഹ്, അവരെ ഒന്ന് ശപിക്കുമോ നബിയേ, അവരെ ഒന്ന് ശപിക്കുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാ ബുഇസ്തു ലഅനാ ഇന്നമാ ബുഇസ്തു റഹ്മാ. ഒരാളെയും ശപിക്കാനല്ല ഞാൻ കടന്നു വന്നത്, എല്ലാവരുടെയും അനുഗ്രഹീതനായ കാരുണ്യവാനായ കാരുണ്യത്തിന്റെ നിറകുടമായ പ്രവാചകനായിട്ടാണ് എന്റെ റബ്ബ് എന്നെ ഈ ലോകത്തേക്ക് നിയോഗിച്ചത്. അതുകൊണ്ട് ഞാൻ ആരെയും ശപിക്കുകയില്ല, ഞാൻ എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയാണ്. അല്ലാഹുവേ, എന്റെ പല്ലടിച്ചു കൊഴിച്ച ഈ സമുദായത്തിന് നീ പൊറുക്കണേ അല്ലാ. എന്റെ മുഖത്തടിച്ച് രക്തമൊലിപ്പിച്ച ഈ സമുദായത്തിനോട് നീ പൊറുക്കണേ അല്ലാ. എന്റെ മുതുകത്ത് ചവിട്ടിയവർക്ക് നീ പൊറുത്തു കൊടുക്കണേ അല്ലാ. എന്റെ തലയ്ക്ക് മീതെ ഒട്ടകത്തിന്റെ ചീഞ്ഞഴുകിയ കുടൽമാല വലിച്ചെറിഞ്ഞവർക്ക് നീ പൊറുത്തു കൊടുക്കണേ അല്ലാ. ഫഇന്നഹും ലാ യഅലമൂൻ. അവര് വിവരമില്ലാത്തവരാണ്, അറിവില്ലാത്തവരാണ്. പടച്ചവനെ, അവർക്ക് നീ പൊറുക്കണേ നാഥാ. ആരായത് ചെയ്തത്, ആരായത് പഠിപ്പിച്ചത്, നമ്മെ നാമാക്കി മാറ്റിയ നമ്മുടെ കരളിന്റെ കാതലും ജീവിതത്തിന്റെ തുടിപ്പും നിത്യവസന്തവും കെടാവിളക്കുമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നമുക്കെന്താ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്ത? നമ്മൾ എന്തിനു പാര വെക്കാൻ പോണം? അല്ലാഹുവിന്റെ റസൂൽ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തില്ലേ, പിന്നെ എന്തിനു മുണ്ടാണ്ടിരിക്കണം? സ്വർഗ്ഗത്തിൽ